പാട്ട് കേട്ട പൂർണ്ണശ്രീയുടെ ആരാധകരും പൂർണ്ണശ്രീയുടെ ആരാധകരല്ലാത്തവരും അല്ലേ, പുതിയ ആരാധകരുണ്ടായി. അതെ, ഒരുപാട് ആരാധകരുണ്ടായി കാണും. അതുപോലെ ഭയങ്കര രസമായിട്ട് നമ്മൾ പാടി കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സന്ധ്യകൾ, ലാസ്റ്റത്തെ സന്ധ്യകൾ ചാലിച്ച, അത് അതൊക്കെ നല്ല ഫീലായിരുന്നു. പിന്നെ മുകളിലോട്ട് പോകുമ്പോ, ഹൈപ്പിച്ച് പോകുമ്പോ പൂർണ്ണശ്രീയുടെ വോയിസിലും കൺട്രോൾ ഉണ്ടായിരുന്നു, അതുപോലെ മൈക്കും നന്നായിട്ട് കൺട്രോൾ ചെയ്തു. എനിക്കൊന്ന് മോൾ, എനിക്കൊന്ന് ഫസ്റ്റ് ഇവിടെ വന്നേക്കാളും നമ്മളെപ്പോഴും നല്ലതായി പറയുന്നേക്കാളും മോള് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? കുറേ നന്നായി പാടണം ശ്രദ്ധിക്കുന്നില്ലേ? സത്യം പറ. ലാസ്റ്റ് കയറാകുമ്പോ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്ത് പാടുന്നുണ്ട്. ആദ്യം അതുകൊണ്ടേ അതുണ്ടായിരുന്നു ശരിക്കും. എന്നാലും കൂടി വരുവാണ് ഇപ്പൊ. നന്നായിട്ട് പാടി കേട്ടാ, നന്നായി പാടി കേട്ടാ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് പറയും, അത് കഴിഞ്ഞ് മോൻ സാർ പറയും. പൂർണ്ണശ്രീയോടൊപ്പമുള്ള ഫൈനലിനൊപ്പമുള്ള ബാക്കി 5 പേരുടെ പോലെ തന്നെ പൂർണ്ണശ്രീക്കും ഒരുപാട് ഫാൻസ് ഉണ്ടെന്നുള്ളത് പൂർണ്ണശ്രീക്ക് അറിയാമെന്ന് തോന്നുന്നു. ശരിയല്ലേ? ബോൾഡായിട്ട് പറയാം. കുറച്ചൊന്നല്ല, ഒത്തിരി ഉണ്ട് അല്ലേ? അപ്പൊ ഇവരെയൊക്കെ ഇപ്പൊ ഈ ഷോസിന്റെ ഇൻ ബിറ്റ്വീൻ ടൈമിലൊക്കെ പലരൊക്കെ വന്ന് സംസാരിക്കാറുണ്ടോ പെർഫോമൻസിനെ കുറിച്ചൊക്കെ? എന്താ പറയാറുള്ളത്? ആണോ? എന്താ ശരിയാക്കേണ്ടത് അവരുടെ അഭിപ്രായത്തില്? മറന്നുപോയോ? പറ. ഇതിന് പുറത്തിറങ്ങി ഇങ്ങനത്തെ ആളൊന്നുമല്ല. അതെ അതെ, വളരെ മോഹൻ ചേട്ടനെ വരെ ഇമിറ്റേറ്റ് ചെയ്ത് ഒക്കെ ഞാൻ ഇന്നലെ കണ്ടു. അതറിയില്ലല്ലേ? അതൊക്കെ ഞാൻ കണ്ടു ഇന്നലെ. തബലമായി പല ചേട്ടന്മാരോടും അറിയാം. അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. സി പിടിക്കുക, ഡി പിടിക്കുക. വെറുതെ അവരോട് ചോദിക്കുക. ജോണി ചേട്ടനോട് ചോദിച്ചു നോക്ക്. സത്യസന്ധമായിട്ട് പറയണം. ഈ സ്റ്റേജിലുള്ള ഈ പാവത്തരം വെളിയിലോട്ട് ഉണ്ണിയേശു പോലും തോറ്റു, അതുപോലെ നിൽക്കുന്നത്. എന്തായാലും വാസ്തവം ചെയ്തെന്നും പറയില്ല. ജസ്റ്റ് 2 പേരും ഒന്ന് കാണിക്കും, ഇമിറ്റേറ്റ് ചെയ്യും. ആരെങ്കിലും എന്തായാലും മാർക്കൊന്നും കുറയ്ക്കാൻ പോലുള്ള അതിന്റെ പേരില്. റിമി ചേച്ചി ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്നെയോ? ഇല്ല, കാണിക്കേ പ്ലീസ്. പറ്റില്ലായിരിക്കും അല്ലേ? നോക്കുമോളെ. പിന്നെ മോള് നന്നായിട്ട് പാടി. പിന്നെ എന്താ, ഇത്തിരി എയർ കൊടുത്തു പാടണം. ഒന്ന് അവിടെ ഇത്തിരി എയർ കൊടുത്തു പാടണം. അതാരാ? ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ ഞാൻ എപ്പോഴും മക്കളോട് പറയാൻ, ഇത്തിരി പഞ്ച് കൊടുക്കണമെങ്കിൽ അതിന്റെ വിബ്രറ്റ് കൊടുക്കണം. അപ്പൊ ഏതായാലും മ്യൂസിക്കൽ വേർഡ്സ് ഒക്കെ പഠിച്ചു അല്ലേ? അപ്പൊ ഒന്നുമില്ലെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിന്റെ കൗൺസിലോട്ട് പോവാം. മോളെ, ആദ്യത്തെ പല്ലവി ഒന്ന് പാടാമോ? സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം. ഓക്കെ. ഇതിനകത്ത് ആദ്യത്തെ പല്ലവി ചിലപ്പോ ഞാൻ റോങ് ആയിരിക്കാം, കേട്ടതിന്റെ ആയിരിക്കാം. ആദ്യം മോള് സിന്ധു പാടിയല്ലേ? സിന്ധൂരം എന്ന് പാടി, ശരിയല്ലേ? കറക്റ്റാ. ഓക്കെ, അപ്പൊ അത് സിന്ദൂരമാണ് കേട്ടോ. അത് ചിലപ്പോ പാടി വന്നപ്പോ അറിയാതെ വന്നായിരിക്കും അല്ലേ? ഓക്കെ, സിന്ദൂരം. ഓക്കെ, പിന്നെ ടോട്ടൽ ഫീൽ തന്നായിരുന്നു. പിന്നെന്താ അനുപലുവിൽ എന്ത് പറ്റി? ഞാൻ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു, ഇത് എന്തൊരു ബ്രെത്ത് കൺട്രോളാണുള്ളത്, എന്ത് കയ്യിലിങ്ങനെ സോങ് കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ എന്തോ സംഭവിച്ചു. എന്താ പറ്റി മോളൊക്കെ? ശ്വാസം കിട്ടാതെ വന്നാണോ? തുപ്പലിറങ്ങിയല്ലേ? ഓട്ടാപ്പൻ തുപ്പലിറങ്ങി. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അങ്ങനെ തുപ്പലിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാതിരിക്കാൻ പറ്റില്ല. മനുഷ്യനല്ലേ? പക്ഷെ വളരെ കൺട്രോൾ ചെയ്ത് നമ്മൾ പാടി. കാരണം ഇതിനകത്ത് ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ്. കാരണം വെച്ചാൽ ശ്വാസം കൊണ്ടും പിന്നെ എന്താ പറയാ, മൈക്ക് പൊസിഷനിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ശ്വാസം എടുക്കുന്നതൊന്നും പുറത്ത് കേൾപ്പിക്കാതെ അത്യാവശ്യം മൈക്ക് മാറ്റി പിന്നെ വളരെ നന്നായിരുന്നു. വളരെ മനോഹരമായിട്ട് പാടി. അത് ചിലപ്പോ കണ്ണു നോക്കിയായിരിക്കാൻ വേണ്ടി ചിലപ്പോ ദൈവം തന്നതായിരിക്കും. ഓക്കെ മോളെ കേട്ടോ. അപ്പോൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് പേര് ഈ പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും വളരെ മനോഹരമായിട്ട് എനിക്കിപ്പോ തോന്നി.
അതായത് ഇത്രയും ചെറിയ അല്ലേ? മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി ഫിഫ്ത്തിലേക്ക്. എത്ര വയസ്സ്? 10 വയസ്സല്ലേ? വളരെ ശ്രുതി ശുദ്ധം. അതാ ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്. ഞാൻ ഫാനാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പറഞ്ഞതാ മോളുടെ ഫാനാണ്. പിന്നെ 1-2 സ്ഥലത്ത് അതായത് അത് സ്വരം കറക്റ്റ് ആയിട്ട് പാടി അതിന്റെ ആകാരം ഒന്ന് പാടി നമ്മള്. ഇപ്പൊ കറക്റ്റ്. ഇപ്പഴും വന്നില്ലല്ലേ മോള്? മനസ്സിലായി നോക്ക്. അതിന്റെ ആകാരം അത് വരണമായിരുന്നു. ഇപ്പൊ വന്നു. അപ്പൊ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. മോള് ശ്രദ്ധിച്ചാൽ മതി. ആകെ മൊത്തം ടോട്ടൽ അല്ലേ? വളരെ നന്നായിരുന്നു. എന്റെ പൂർണ്ണശ്രീ അസലെന്ന് പറഞ്ഞാൽ ഭയങ്കര പക്വതയുണ്ട് മോളുടെ പാട്ട്. ഒരു വലിയ ആൾക്കാർ പാടുന്ന പക്വതയോടുകൂടിയാണ് എന്റെ കൊച്ചുമോള് പാടിയത്. അസലെന്ന് പറഞ്ഞാൽ അസലുണ്ട്. ശരിക്കും മോളക്കിനെ പാടുമ്പോൾ ഞാൻ അതിശയിച്ചു പോവുകയാണ്. ഇതെങ്ങനെ മോൾക്കിനെ പാടാൻ പറ്റുന്നു? ശരിക്ക് ശരീരം ഇതാണ്, പക്ഷെ വേറെ എന്തോ ആത്മാവാണ് അവളിലുള്ളത്. നല്ല പ്രൊഫഷണൽ സിംഗേഴ്സിന് പോലെ ഇത് ടോട്ടൽ പാടുമ്പോൾ അവരുടെയൊക്കെ ശ്രുതി പ്രോബ്ലം ഉണ്ടാവും. അതെ, പിന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട്. അതില്ല മോള് ഇത്രയും 5-10 ബാർ ഉള്ള സസ്റ്റെയിൻ നോട്ട്സ് പോലും മോള് നിഷ്പ്രയാസം പാടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല? അതിന്റെ ഇടയ്ക്ക് മിഡിൽ പല്ലവിലാണ് എന്താ പിന്നെ ഇന്ന് എനിക്ക് പറഞ്ഞിട്ട് വിഴുങ്ങി, ഇത് നിന്റെ മണ്ടയ്ക്ക് ഞാൻ കിഴക്കൂട്ടാ ഇനി അങ്ങനെ വിഴുങ്ങിയത്. അപ്പോ അതുപോലെ വരികളൊക്കെ ക്ലീനാണ്. എല്ലാ വരികളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇങ്ങനത്തെ പാട്ടായതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ സ്പീഡ് പാട്ടാണെങ്കിൽ ചിലപ്പോൾ വരികൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ വരികൾ വളരെ വ്യക്തമാണ്. ട്യൂൺ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ടോട്ടൽ ശ്രീ ജയ്. അപ്പൊ അടുത്ത